പക്ക പവർ പാക്ഡ് ആക്ഷൻ എന്റർടൈനർ ആണ് പടം. എല്ലാ പക്കയായിട്ട് എല്ലാ സ്റ്റോറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം സൂപ്പറായിട്ടുണ്ട്. നല്ല സിനിമ ആയിട്ടുണ്ട്. ആക്ഷൻ സിനിമ നല്ലതായിട്ടുണ്ട്. എസ് എ സൂര്യാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. നല്ല വില്ലൻ സൂപ്പറായിട്ടുണ്ട്. പടം സൂപ്പറാണ്. ഞാനിയൊക്കെ അടിപൊളി ബ്രോ. ഫിലിം നമ്മൾ ഞാനിയുടെ പടം ആ ഒരു റേഞ്ചിൽ നമ്മൾ നോക്കി വന്നാണ്. ആക്ടിയും കാര്യങ്ങളെല്ലാം പക്കയാണ്. ലെങ്ത് കുറച്ചിരുന്നെങ്കിൽ വേറെ അല്പം കൂടെ നമുക്ക് എൻഗേജിങ് ആയിട്ട് തോന്നുമായിരുന്നു. ബാക്കി തെലുങ്ക് മൂവിയുടെ ടെംപ്ലേറ്റ് ആണോ? അങ്ങനെയല്ല, നോർമൽ തമിഴ് പടം ആ ഒരു രീതി ആ ഒരു ലെവലൊക്കെ ഉണ്ട്. ഭയങ്കരമായ തെലുങ്ക് പണ്ടത്തെ മൂവി അങ്ങനത്തെ രീതിയിലൊന്നും അല്ല. പക്കയായിട്ട് എല്ലാ സ്റ്റോറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം കണ്ടു പറഞ്ഞ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷേ ലെങ്ത് ഓവറായിട്ട് അല്പം കൂട്ടി പോയത് മാത്രമേ വിഷയമുള്ളൂ. ബാക്കി വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഞാൻ എസ് എ സൂര്യ കോമ്പിനേഷൻ എല്ലാം പക്കയാണ്, പൊളിയാണ്. നല്ല പടമാണ്, കണ്ടോണ്ടിരിക്കാം. എസ് ജെ സൂര്യാണോ അതോ സ്കോർ ചെയ്തിരിക്കുന്നത്? രണ്ടുപേരും ഒരേപോലെ. ബിജിഎം എങ്ങനെയുണ്ട്? ബിജിയൊക്കെ നൈസാ. ഓവറോൾ എന്താ പറയുക? നല്ല പടം. പടം ഒരു പക്ക പവർ പാക്ഡ് ആക്ഷൻ എന്റർടൈനർ ആണ് പടം. ഒരു നോർമൽ തെലുങ്ക് പടത്തിൽ എന്തൊക്കെ ഉണ്ടോ ഒരു പ്രഡിക്റ്റബിൾ സ്റ്റോറി, ഒരു ഫൈറ്റ്, കോമഡി, ആക്ഷൻ എല്ലാം ഉണ്ട്. മൊത്തത്തിൽ 3 മണിക്കൂർ ലെങ്ത് വരുമ്പോൾ ലെങ്ത് ഒരു വിഷയമായിട്ട് തോന്നിയില്ല. പേഴ്സണലി എനിക്ക് തോന്നിയില്ല വിഷയമായിട്ട്. മൊത്തത്തിൽ മേക്കിംഗ് എല്ലാം അടിപൊളിയായതുകൊണ്ട് അതൊരു ബാധകമായിട്ട് കൊള്ളാം. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ് ജെ സൂര്യ പിന്നെ ഒന്നും പറയണ്ടല്ലോ. പിന്നെ നാനീര ഒരു വേറിട്ടൊരു കഥാപാത്രം. ഫുൾ ടൈം ആക്ഷൻ പടം. കൊള്ളാം. படம் நல்லா இருக்குது ப்ரோ. ஸ்கோர்னா நானி தான் நல்லா நடிச்சிருக்காப்புல. ஃபுல் ஆக்ஷனாக இருக்குது, நல்லா இருக்குது, என்டர்டெய்னிங், குட்.